എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോഴിക്കോടുള്ള മാനാഞ്ചിറ സ്ക്വയറിലേക്കാണ് വന്നിരിക്കുന്നത്. മാനാഞ്ചിറ ലൈറ്റിൻ്റെ ഷോകളൊക്കെ ഇന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. ഞാനും അമ്മയാണിന്ന് ഇറങ്ങിയിട്ടുള്ളത്. വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഇവിടുത്തെ ലൈറ്റ് ഷോ കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ കയറിയതാണ്. നല്ല ക്രൗഡഡാണ് മാനാഞ്ചിറ സ്ക്വയറിൽ. ഇവിടെ സ്റ്റേജിൽ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നല്ല ക്രൗഡഡായിട്ട് അവരെല്ലാവരും കുറച്ച് മോട്ടിവേഷൻ പരിപാടികളൊക്കെ അവിടെ കാണുന്നുണ്ട്. ഓരോരുത്തരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞ് അതൊക്കെ നമ്മൾ കേട്ടു. പിന്നെ അവിടെ കളിപ്പാട്ടങ്ങൾ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടി ഉള്ളൊരു ഷോ കൂടിയാണിത്. ലൈറ്റിങ്, പല രീതിയിലുള്ള ലൈറ്റ് ഷോ, കുറേ ആളുകൾ ഫോട്ടോ എടുക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ മാനാഞ്ചിറ സ്ക്വയറിൽ നടക്കുന്നത്. ഇവിടുന്ന് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കുറേ LED ലൈറ്റുകളൊക്കെ തൂക്കിയിട്ടത് കാണാം. അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം. കുറേ ആളുകൾ സെൽഫിയൊക്കെ എടുത്ത് നിൽക്കുന്നത് കാണാം. ഫോട്ടോ എടുക്കാൻ ആളുകളെ ക്യൂ ആണ് അവിടെ. അപ്പം അങ്ങനെ ഫോട്ടോ എടുത്ത് നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് പല രീതിയിലുള്ള വീഡിയോസും റീൽസൊക്കെ എടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ആംബിയൻസിലാണ് ഇവിടെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതലായിട്ടും ഫാമിലി ആയിട്ട് വരുന്ന ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം നല്ല ഭംഗിയാണ്, നമുക്കിവിടെ കാണാൻ പറ്റും. വേണ്ട LED ബൾബുകൾ. കുട്ടികളാണ് കൂടുതലായിട്ട് വരുന്നത്. കാരണം ഈ ലൈറ്റുകളൊക്കെ കാണാൻ കുട്ടികൾക്ക് ഭയങ്കര രസമാണല്ലോ. കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ മരങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള LEDകൾ. എങ്ങോട്ട് നോക്കിയാലും ഒരു പോസിറ്റീവായിട്ട് കാണുന്ന ഒരു ആംബിയൻസാണ് ഇവിടെ. കോഴിക്കോട് ടൗണിൽ തന്നെയാണ്, ഹൃദയഭാഗത്ത് തന്നെയാണ് മാനാഞ്ചിറ സ്ക്വയർ നിൽക്കുന്നത്. ഇതൊരു പാർക്കാണ് ശരിക്കും പറയുകയാണെങ്കിൽ. നമ്മളെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഉള്ള ഒരു ജില്ലയാണ് കോഴിക്കോട്. അവിടെ കോഴിക്കോട് നടുക്കന്നെ ഒരു കുളവും അതിനോട് ചേർന്നിട്ടൊരു പാർക്കും നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടിലാണ് ഈ LED പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്രയും ക്രൗഡഡായിട്ട് ആണ് നിൽക്കുന്നത്. നമ്മൾ കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ നിന്നും വയനാട് ജില്ലയിൽ നിന്നൊക്കെ ആളുകൾ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ വരുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട് ജില്ല. കാരണം അവിടേക്ക് ഏറ്റവും അടുത്തുള്ള ഒരു മേജർ ടൗണാണ്, മേജർ സിറ്റി. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ പ്രോഗ്രാംസുകളും കൂടുതലായിട്ട് കാണുന്നത് കോഴിക്കോടാണ്. അതുകൊണ്ടാണ് ഇത്രയും ക്രൗഡഡായിട്ട് കാണാൻ കഴിയുന്നത്. നമ്മളിങ്ങനെ മുന്നോട്ട് നടന്നു. നമ്മൾ നടക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ഇവിടെയുള്ള കുളം. മാനാഞ്ചിറ വലിയൊരു കുളമാണ്. ടൗണിന് നടുക്കാണ് ഈ കുളം കാണുന്നത്. ഈ ഗ്രില്ലിൻ്റെ അപ്പുറത്താണ് ഈ കുളം കാണുന്നത്. ഈ നടപ്പാതയിലൊക്കെ നല്ല LED ഇട്ടിട്ട് നല്ല ഭംഗിയാട്ടോ കാണാൻ. റൈറ്റ് സൈഡിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയറിലേക്കുള്ള റോഡുകളൊക്കെ കാണാൻ പറ്റും. ഇതിങ്ങനെ ചുറ്റി, അതായത് ടൗണിൻ്റെ നടുക്കായിട്ട് ഇങ്ങനത്തെ ഒരു പ്ലേസ് ശരി അത് പൊതുവെ ഒരു ജില്ലയിൽ അങ്ങനെ കാണാൻ സാധിക്കാത്തൊരു ടൈപ്പ് ഓഫ് രീതിയാണ്. ഇത് നടുക്കാണ് കാണുന്നത്. നമുക്കിത് കൂടെ ഇങ്ങനെ നടന്ന് എൻജോയ് ചെയ്ത് ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇവിടെ എല്ലാ സീറ്റിംഗ് പോയിൻറ്റുകളുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാനും റെസ്റ്റ് എടുക്കാനും. കുളം കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ കുളം. അത്രയും വലിയൊരു കുളമാണ്. ഈ കുളത്തിൽ നിന്നാണ് കോഴിക്കോടുള്ള പല ഹോട്ടലിലേക്കും വെള്ളം കൊണ്ടുപോകുന്നത്. നല്ല ശുദ്ധമായ വെള്ളമാണ്. നല്ല ടെസ്റ്റൊക്കെ ചെയ്ത് നല്ല പ്യുവറാക്കിയിട്ടുള്ള വെള്ളമാണ്. പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി മെല്ലെ ഇപ്പോൾ കാണുന്നതാണ് നമ്മളെ മാനാഞ്ചിറ സ്ക്വയറിലുള്ള റോഡാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്ക് ബസ് ഇറങ്ങി നേരെ എത്താൻ പറ്റും. ടൗണിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് കിട്ടും. ഓട്ടോ കിട്ടും, ബസ് കിട്ടും,
എല്ലാം ആക്സസബിൾ ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.